ചിരിക്കുന്നു. ലോകം വിശുദ്ധരെന്നു കരുതും ദേവന്മാർ നിസ്സാരരാണ്. അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ്. ലോകം വിശുദ്ധരെന്നു കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ്. അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ്. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാൻ അവർക്കു രക്തം കൊണ്ട് പാനീയ ബലിയർപ്പിക്കുകയില്ല. ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അവിടുന്നാണെന്റെ കർത്താവ്. അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്നു ഞാൻ കർത്താവിനോട് പറയും. കർത്താവിനോട് പറയും. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. കർത്താവാണെന്റെ ഓഹരിയും പാനപാത്രവും. എന്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. കർത്താവാണെന്റെ ഓഹരിയും പാത്രവും. എന്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണെനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്കു ലഭിച്ചിരിക്കുന്നു. എനിക്കുപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. കർത്താവെപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്ത് ഉള്ളതു കൊണ്ടു ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗമാനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. സ്നേഹപിതാവിൻ ഭവനമിതേ, പരിശുദ്ധമാകും അൾത്താരയിൽ
അനുതാപമേറും ഹൃദയവുമായി അണയുന്നു സ്നേഹവിരുന്നിനായി. സ്നേഹപിതാവിൻ ഭവനമിതിൽ പരിശുദ്ധമാകും അൾത്താരയിൽ അനുതാപമേറും ഹൃദയവുമായി അണയുന്നു സ്നേഹവിരുന്നിനായി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, യേശുനാഥൻ തന്റെ ഒടുവിലത്തെ താഴമേശയിൽ തന്നോട് കൂടെ ആയിരിക്കുന്നവർക്ക് കൃത്യതയോടുകൂടി പറയും, മനുഷ്യപുത്രൻ തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ തന്നെ കടന്നുപോകും, എന്നാൽ മനുഷ്യപുത്രനെ ഒറ്റുകൊടുക്കുന്നവന് ദുരിതം. ഈ ഭൂമിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിന്റെ പൂർണ്ണതയിൽ തന്നെ സംഭവിച്ചുകൊള്ളും. ദൈവം തീരുമാനിച്ചിരിക്കുന്നതും നിശ്ചയിച്ചിരിക്കുന്നതും അനുസരിച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിന്റെ ഒരു പ്രാധാന്യമുള്ളത്, നീ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്ഥാനം നീ തീരുമാനിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. നീ കർത്താവിനെ തള്ളിപ്പറയുന്ന മനുഷ്യനായി, ദൈവത്തെ മാറ്റി നിർത്തുന്ന മനുഷ്യനായി നീ മാറിയാൽ അത് നിന്റെ ജീവിതത്തിന്റെ തന്നെ നഷ്ടമായി രൂപാന്തരപ്പെടും. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നാം കർത്താവിന് വേണ്ടിയാണോ നിലപാടെടുക്കുന്നത്, കർത്താവിനെയാണോ നാം നമ്മുടെ ജീവിതത്തിന്റെ പ്രാധാന്യത്തോടുകൂടി കൊണ്ടു നടക്കുന്നതെന്ന് ഒരു വലിയ ചിന്ത ഹൃദയത്തിൽ കൊണ്ടു നടക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ കുറവുകളെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ച് പെരുക്കൊരുങ്ങ. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെല്ലാം വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാനവന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ എവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ശത്രുവിന്റെ പിടിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുന്നതിന് അങ്ങേ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി കുരിശുമരണത്തിന് വിധേയനാക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അങ്ങനെ അങ്ങേ ദാസരായ ഞങ്ങൾ ഉയർപ്പിന്റെ കൃപ പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ്, അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് പരീക്ഷന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിക്ഷയെന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടി വീശ പറിച്ചവർക്ക് കവിളുകളും
ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്. ആരുണ്ട് എന്നോട് മത്സരിക്കാൻ? നമുക്ക് നേരിടാം. ആരാണ് എൻ്റെ എതിരാളി? അവൻ അടുത്തു വരട്ടെ. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു. ആരെന്നെ കുറ്റം വിധിക്കും? കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരണമേ. കർത്താവെ, കർത്താവേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരണമേ. അങ്ങേ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്തതും. എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ അപരിചിതനും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ നിപതിച്ചു. കർത്താവേ, കരുണാമയനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരണമേ. നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ നൈരാശ്യത്തിലാണ്ടു. സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. ആരെയും കണ്ടില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി. ആരും ഉണ്ടായിരുന്നില്ല. ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു. ദാഹത്തിന് അവർ എനിക്ക് വിനാഗിരി തന്നു. കർത്താവേ, കരുണാമയനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരണമേ. ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ പാടി സ്തുതിക്കും. കൃതജ്ഞതാ സ്വസ്ഥത്തോടെ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും. പീഡിതർ അത് കണ്ട് ആഹ്ലാദിക്കട്ടെ. ദൈവമേ, കരുണാമയനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരണമേ. ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതരാകട്ടെ. കർത്താവ് ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ബന്ധിതരായ സ്വന്തം ജനത്തെ അവിടുന്ന് നിന്ദിക്കുകയില്ല. കർത്താവേ, കരുണാമയനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരണമേ. കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ വചനമേ, അങ്ങേക്ക് മഹത്വം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ രാജാവേ വാഴുക. ഞങ്ങളുടെ തെറ്റുകളിൽ അങ്ങേക്ക് മാത്രം അലിവ് തോന്നിയല്ലോ. കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ വചനമേ, അങ്ങേക്ക് മഹത്വം. കർത്താവ് നിങ്ങളോട് കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. 12 പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? അവർ അവന് 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റുകൊടുക്കുവാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്ത് ചെന്ന് പറയുക, ഗുരു പറയുന്നു, എൻ്റെ സമയം സമാഗതമായി. ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുകൂടെ നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും. യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ തീവ്രം ദുഃഖിതരായി, കർത്താവേത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പ്രതിവചിച്ചു, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ കടന്നു പോകും.
എന്നാൽ മനുഷ്യപുത്രനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ജനിക്കാതിരുന്നുവെങ്കിൽ അവന് നന്നായിരുന്നു. അവന് ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു, ഗുരു, അത് ഞാനാണ്. അവൻ പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനം നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ധ്യാനത്തിന്റെ സമാപന നിമിഷങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഏതൊരു കാര്യം അവസാനിക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. എന്താണ് നീ സ്വന്തമാക്കിയത്? എന്താണ് നിനക്ക് ബാക്കിയാകുന്നത്? ഇന്നിവിടെ നാം കർത്താവിനോട് കൂടെ ആയിരുന്നിട്ട് അവിടുത്തെ വചനത്തിന്റെ മുന്നിൽ ജീവിക്കാനായി നാം പരിശ്രമിച്ചിട്ട് നമ്മിൽ എന്തു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. എന്തു മാറ്റമാണ് നാം കർത്താവിനെ കണ്ടുമുട്ടിയാൽ നമ്മിൽ എന്ത് മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. സമറിയാക്കാരി സ്ത്രീ കർത്താവിനോട് സംസാരിക്കുന്നത് നാം സുവിശേഷത്തിൽ വായിക്കുമ്പോൾ സമറിയാക്കാരി സ്ത്രീയും കർത്താവും തമ്മിൽ സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് സമറിയാക്കാരി കർത്താവിനോട് ആദ്യം പറയുന്ന കാര്യം, അങ്ങ് യഹൂദനും ഞാൻ സമറിയാക്കാരിയുമാണ്. അപ്പോൾ പറയുന്ന വാക്കില് വളരെ വ്യക്തമായിട്ട് അവൾ പറഞ്ഞു വെക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരു സാമൂഹികമായ ഒരു അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തിൽ നീ എന്ന യഹൂദനും ഞാനെന്ന സമറിയാക്കാരിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതൊരു സാമാന്യ പൊതുബോധത്തിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്. ഒരു പൊതുബോധത്തിൽ നിന്നാണ് അവളത് സംസാരിക്കുന്നത്. പിന്നീടും സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവൾ കർത്താവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ ജെറുസലേമിൽ ആരാധന നടത്തുന്നു. അതൊരു മതപരമായ ഒരു ചോദ്യമാണ്. ഒരു മതപരമായ ഒരു ചോദ്യമാണ് അതിൻ്റെ അകത്തുള്ളത്. ആ ചോദ്യം അവൾ ചോദിക്കുന്നു. പിന്നീട് അവൾ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ശരിക്കും ആരാധന നടത്തേണ്ടത്? ഒരു ആത്മീയമായ ഒരു ഉണർവിനെ പറ്റി ചോദ്യം ചോദിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അവൾ പറയുന്നുണ്ട്, മിശിഹ വരുമെന്ന് എനിക്ക് അറിയാം. ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് സമറിയാക്കാരി സ്ത്രീയുടെ ഒരു ബോധം, ഒരു കാഴ്ചപ്പാട്, ഒരു തിരിച്ചറിവ് കൃത്യമായിട്ട് അവൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അവൾക്കൊരു സമൂഹത്തിൽ മുഴുവൻ നിലനിൽക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയാം. അവൾക്ക് അതിനെപ്പറ്റി അറിവില്ലാത്തതൊന്നുമല്ല. യഹൂദനും സമറിയാക്കാരും തമ്മിലുള്ള പ്രശ്നം അവൾക്കറിയാം. ഈ രണ്ട് സമൂഹവും കൊണ്ടു നടക്കുന്ന ആരാധന രീതി അറിയാം. ഈ രണ്ട് സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആത്മീയ തലമുണ്ടോ എന്നൊരു ചോദ്യം അവൾ വയ്ക്കുന്നുണ്ട്. ഏറ്റവും അവസാനം അവൾക്ക് തന്നെ അറിയാം മിശിഹ വരും എന്ന് അവൾക്കറിയാം. ഇത്രയുമൊക്കെ അറിവുള്ള ഒരു സ്ത്രീയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ പറ്റി ബോധ്യമുള്ള ഒരു സ്ത്രീയാണ് കർത്താവിന്റെ മുന്നിൽ നിൽക്കുന്നത്. അവളുടെ ജീവിതാവസ്ഥയെ പറ്റി കർത്താവ് അവളോട് പറയുന്നുണ്ട്, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. അപ്പോ അറിവുകൾ കൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവൾക്ക് എല്ലാത്തരവും അറിവുമുണ്ട്. ഒരു പ്രായോഗിക ജീവിതത്തിന്റെ അറിവുണ്ട്, മതപരമായ അറിവുണ്ട്, അതുപോലെ തന്നെ രക്ഷയെ പറ്റിയുള്ള അറിവുണ്ട്, ഒക്കെ ഉണ്ട്. ഇതെല്ലാം അറിവാണ്. ഈ അറിവ് അവിടെ അവൾക്കുണ്ടായിരിക്കെ തന്നെയാണ് അവളുടെ ജീവിതത്തിൽ, അവൾ കൊണ്ടു നടക്കുന്ന വഴിയിൽ, അവൾ കൊണ്ടു നടക്കുന്ന ജീവിതത്തിൽ അവൾ മറ്റൊരു ശൈലിയാണ്, തൻ്റെ ഇഷ്ടത്തിന്റെയും സന്തോഷത്തിന്റെയും ശൈലിയുമാണ് അവൾ കാത്തു സൂക്ഷിക്കുന്നത്. കർത്താവുമായി സംസാരിച്ച് അവസാനിക്കുന്നിടത്ത് അവളിൽ വരുന്ന മാറ്റം ഇതാണ്, അന്ന് വരെ ഉണ്ടായിരുന്ന അറിവുകൾ മുഴുവനും അവളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് കാരണമായി തീരുമ്പോഴാണ് അവളുടെ അറിവുകൾ പൂർണ്ണമായി മാറുക. നമുക്ക് അറിവില്ലാത്ത മനുഷ്യരല്ല, നമുക്ക് എല്ലാവർക്കും അറിവുള്ളവരാണ്. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന നിങ്ങൾക്കാർക്കും
വചനം അറിയാത്തവരല്ല. ബൈബിൾ അറിയാം, ബൈബിൾ അറിയാൻ പാടില്ലാത്ത ആരുമില്ല. വചനം വായിക്കാത്തവര് ഈ കൂട്ടത്തിലുണ്ടാവില്ല, പ്രാർത്ഥിക്കാത്തവര് ഈ കൂട്ടത്തിലുണ്ടാവില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, വചനം അറിയുന്നവരാണ്, നമുക്ക് നമ്മുടേതായ സാമാന്യമായ പൊതുബോധമുള്ള മനുഷ്യർ തന്നെയാണ്. ഈ പൊതുബോധം ഉണ്ടായിരിക്കുകയും സാമാന്യമായ കാര്യങ്ങൾ അറിയാൻ കഴിയുകയും ചെയ്യുമ്പോഴും അതിനപ്പുറത്തേക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു രക്ഷയുടെ യാത്രയുണ്ട്. സമറിയാക്കാരി സ്ത്രീ കർത്താവിന്റെ അടുക്കൽ നിന്ന് മടങ്ങിപ്പോകുന്നത് സുവിശേഷ പ്രഘോഷകയായിട്ടാണ്, സുവിശേഷം പങ്കുവയ്ക്കാൻ പ്രാപ്തിയുള്ളവളായിട്ടാണ് കർത്താവിന്റെ അടുക്കൽ നിന്ന് അവൾ മടങ്ങിപ്പോകുന്നത്. കർത്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യവും ഇത് തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ചെയ്യുന്ന കാര്യം നമ്മിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത്? ഞാനെന്ന് പറയുന്ന മനുഷ്യൻ എന്ത് മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്? യേശുനാഥൻ പത്രോസിനെ വിളിക്കുന്ന സമയത്ത് പത്രോസിനോട് യോനായുടെ പുത്രനായ ശിമയോനെ എന്ന് പറഞ്ഞ് പത്രോസിനെ വിളിക്കുകയും പത്രോസിന് പുതിയ നാമം നൽകുകയും ചെയ്യും. നീ കേപ്പയാണ്, നീ പാറയാണ്. യോനായുടെ പുത്രനായ ശിമയോനായിട്ടാണ് നീ ജനിച്ചത്. കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിനോട് കൂടെ നടക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് കർത്താവ് അത് മാറ്റിയിട്ട് പറയുന്നു, നീ കേപ്പയാണ്, നീ പാറയാണെന്ന് പറഞ്ഞ് അവനെ പുതിയൊരവസ്ഥയിലേക്ക് എടുത്തു മാറ്റുന്നുണ്ട്. കേപ്പ പിന്നീട് യാത്ര ചെയ്ത് കർത്താവിനെ മറന്നു കളഞ്ഞ് തള്ളിപ്പറഞ്ഞ് ബലവീശാൻ പോയി മടങ്ങി വരുന്ന സമയത്ത് കർത്താവ് വീണ്ടും പത്രോസിനോട് ചോദിക്കും, യോനായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? ജീവിതത്തിന്റെ ഒരു പ്രശ്നം ഇതാ. ജീവിതത്തിൽ നാം ഒരിക്കൽ സ്വീകരിച്ചിരിക്കുന്ന കൃപയിൽ നിലനിൽപ്പില്ലാതെ പോകുന്ന സമയത്ത് നാം എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടേക്ക് തന്നെ മടങ്ങിപ്പോകും. എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടേക്ക് തന്നെ മടങ്ങിപ്പോകും. നവീകരണത്തിന്റെ വഴിയെ പറ്റി ബോധമില്ലാത്തവരല്ല നമ്മൾ. ആത്മാവിന്റെ ബലവും കൃപയും അറിയാത്തവരല്ല നമ്മൾ. ആത്മാവിന്റെ ബലവും കൃപയും അറിയാമായിരുന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ജീവിത സാഹചര്യങ്ങളുടെ പേരില്, ജീവിതം നമ്മുടെ മുന്നിൽ വെച്ച് നീട്ടുന്ന പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും പേരിൽ നാം പഴയ മനുഷ്യനായി രൂപാന്തരപ്പെടും, പഴയ മനുഷ്യനായി മാറിപ്പോകും. വഴിമാറിപ്പോകുന്ന പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഓരോ ധ്യാനവും നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തും, നീ ആരെന്നുള്ള തിരിച്ചറിവിലേക്ക് വരിക. ധ്യാനം മറ്റൊന്നിലേക്കുള്ള പുതുതായി എന്തെങ്കിലും ഒന്ന് തരുന്നതല്ല. ഒരു ധ്യാനം പുതുതായി ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് തരാനില്ല. ഒരു ധ്യാനം അവസാനിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അസ്തിത്വത്തിൽ ഒന്നുകൂടി ഒന്ന് ഉറപ്പുള്ളവനായി രൂപാന്തരപ്പെടണം. ഇവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുന്ന ഒരാൾ ഇങ്ങോട്ട് കയറി വന്ന ഒരാളായിട്ട് തന്നെയാണ് മടങ്ങി പോകുന്നതെങ്കിൽ ഇത് വ്യർത്ഥമാണ്. നമ്മൾ വന്നു, കുറെ കാര്യങ്ങൾ പറഞ്ഞു, കുറെ കാര്യങ്ങൾ ചെയ്തു, നമ്മൾ മടങ്ങിപ്പോകുന്നു. വെറുതെ വന്ന മടങ്ങിപ്പോകുന്ന മനുഷ്യൻ, കാണാൻ വരുന്ന മനുഷ്യൻ കണ്ട് വെറും കൈയോടുകൂടെ മടങ്ങിപ്പോകാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവിനെ കണ്ടുമുട്ടിയ മനുഷ്യരിലെല്ലാം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അന്ത്രയോസിനോട് കർത്താവ് പറഞ്ഞു, വന്ന് കാണുക. കർത്താവിനോട് കൂടെ ആയിരുന്നു, കർത്താവിനോടൊപ്പമായിരുന്ന മനുഷ്യന് വലിയ മാറ്റമാണ് സംഭവിച്ചത്. അവൻ തന്റെ സഹോദരനോട് ചെന്ന് പറയുന്നു, ഞാൻ മിശിഹായെ കണ്ടു, ഞാൻ മിശിഹായെ കണ്ടു, വരാനിരിക്കുന്നവനെ ഞാൻ കണ്ടു. ഇത് പറയാനായി കരുത്ത് ലഭിക്കുന്നിടത്താണ് ഒരാൾ ആത്മീയ അനുഭവമുള്ളവനായി മാറിയെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായി കരുത്ത് ലഭിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം. നാം ഇന്ന് മറ്റെല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുമ്പോഴും എവിടെയൊക്കെയോ വരുന്നൊരു പാളിച്ച എന്ന് പറയുന്നത് ഈ പ്രഘോഷണത്തിന്റെ വേദികൾ നമുക്ക് നഷ്ടമാകുന്നുണ്ട്. ക്രിസ്തു ഏകരക്ഷകനാണ് എന്ന് ഉറച്ചു പറയാനായിട്ട് മനസ്സ് പാകപ്പെടാത്തിടത്തോളം കാലം നാം ഇങ്ങനെ ആത്മീയ വഴിയില് പാതി വഴി അല്ലെങ്കിൽ പാതി ബന്ധ മനുഷ്യനാണെന്ന് പറയാൻ പറ്റും. പൂർണ്ണതയായിട്ടില്ല, പക്വതയായിട്ടില്ല. വളർച്ച അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്, ഒരുവന്റെ വിശ്വാസത്തിന്റെ വളർച്ച അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് അവൻ ബോധ്യത്തോടുകൂടെ ക്രിസ്തുവിനെ ലോകത്തോട് വിളിച്ചു പറയാനായി പ്രാപ്തി നേടുന്നിടത്താണ്. എനിക്ക് എത്രമാത്രം ഉറപ്പോടും ബോധ്യത്തോടും കൂടെ ക്രിസ്തു എന്റെ രക്ഷകനാണെന്ന്, ക്രിസ്തുവിന്റെ സർവസ്വവുമാണെന്ന് എനിക്ക് വിളിച്ചു പറയാനുള്ള പ്രാപ്തി ലഭിക്കുന്നുവോ, അവിടെയാണ് ഒരുവന്റെ ജീവിതത്തിന്റെ മാറ്റം, ഒരുവന്റെ ജീവിതത്തിന്റെ വളർച്ച പൂർണ്ണമാണെന്ന് അവകാശപ്പെടാനായിട്ട് കഴിയുക. യേശുനാഥനെ കണ്ടുമുട്ടി യേശുനാഥനോട് കൂടെ നടന്നിട്ടും
പത്രോസും കൂട്ടരും തങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പറ്റിയുള്ള ബോധ്യം അതിന്റെ ആഴത്തിലെത്തുന്നത് ആത്മാവിനാൽ നിറയുന്ന സമയത്താണ്. പിന്നീട് പത്രോസിന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളിലെല്ലാം ഉദ്ധിതനെ പറ്റിയുള്ള ബോധ്യം അതിന്റെ ആഴത്തിലാണ്. ഉദ്ധിതനെ പറ്റിയുള്ള തിരിച്ചറിവ് അതിന്റെ ആഴത്തിൽ പ്രഘോഷിക്കുക തന്നെ ചെയ്യുന്നു. നാം തപസ്സുകാലത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി അങ്ങോട്ട് ക്രിസ്തുവിന്റെ പീഡാസഹനത്തെ പറ്റി ഏറെ ആഴത്തിൽ ധ്യാനിക്കുന്ന സമയമാണ്. എല്ലാ ധ്യാനങ്ങളും എല്ലാ ആത്മീയചര്യകളും നീ ക്രിസ്തുവിനെ അടുത്തറിയുന്നതിന് കാരണമായി തീരണം. ക്രിസ്തുവിനെ കൂടുതൽ ആഴത്തിൽ അടുത്തറിയുന്നതിന് കാരണമായി തീരണം. അടുത്തറിയുന്നവൻ, ക്രിസ്തുവിനെ അടുത്തറിയുന്നവന് അവന്റെ ജീവിതത്തിൽ നിന്ന് അത് പ്രഘോഷിക്കാതിരിക്കാൻ അവന് സാധ്യമല്ലാത്തൊരു തിക്കുമുട്ടലുള്ള മനുഷ്യനായി രൂപാന്തരപ്പെടും. ഉള്ളിന്റെ ഉള്ളിൽ രൂപപ്പെടുന്ന ഒന്ന് എനിക്കത് പറയാനും പങ്കുവയ്ക്കാനും പറയാതിരിക്കാൻ പറ്റാത്തത്രയും എൻ്റെ ഉള്ളിൽ അത് നിറയുന്നിടത്താണ് എൻ്റെ വിശ്വാസവും എൻ്റെ അന്വേഷണങ്ങളുമൊക്കെ പൂർണ്ണതയിലെത്തുക. അതുകൊണ്ട് നമുക്ക് ഈ ബലിയർപ്പിക്കുമ്പോഴും ഇന്ന് ഈ ധ്യാനം അവസാനിച്ച് കടന്നു പോകുന്ന സമയത്ത് കർത്താവ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു ചോദ്യത്തെ പറ്റി നമുക്ക് ബോധ്യമുണ്ടായിരിക്കുക. എന്താണ് നിന്റെ ഈ ജീവിതം കൊണ്ട്, ഈ കണ്ടുമുട്ടൽ കൊണ്ട് നിനക്ക് എന്താണ് പുതുതായി നേടിയെടുക്കാനായി കഴിഞ്ഞത്? കർത്താവിനോട് കൂടെ ആയിരിക്കുന്നതിന്റെ, കർത്താവിനെ കണ്ടുമുട്ടുകയും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്തതിന്റെ പേരിൽ നിനക്ക് വന്ന മാറ്റം എന്ത് എന്ന് ഒന്ന് അന്വേഷിക്കാനായിട്ടുള്ള കടപ്പാട് നമുക്കുണ്ട്. വെറും കൈയായി കടന്നു വന്ന മനുഷ്യൻ സമ്പന്നനായി ദൈവിക പുണ്യങ്ങളിൽ സമ്പന്നനാകുമ്പോഴാണ് ആത്മീയ അന്വേഷണങ്ങൾ നന്മയായി മാറുക. വെറും കൈയായി വന്ന് വെറും കൈയായി മടങ്ങിപ്പോകുന്നവൻ ഒന്നും നേടുന്നില്ല എന്ന് അറിയുക. വെറും കാഴ്ച കാണാനായി നമ്മൾ ഒന്നിലും ആത്മീയമായ വളർച്ചയെ ആഗ്രഹിക്കുന്ന മനുഷ്യര് വെറും കാഴ്ചയുള്ളവരായി മാറരുത്. കർത്താവ് വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റങ്ങൾ ആവശ്യപ്പെടും. കർത്താവ് കൃത്യമായി നിന്റെ ജീവിതത്തിൽ മാറ്റം ആവശ്യപ്പെടും. പാപിനിയായ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, മേലിൽ പാപം ചെയ്യരുത്, മേലിൽ പാപം ചെയ്യരുത്. നിന്റെ തീരുമാനങ്ങൾ ഉറപ്പുള്ളതായിരിക്കുക, നിന്റെ തീരുമാനങ്ങളിൽ വ്യക്തതയുണ്ടാവുക. നിന്റെ കണ്ടുമുട്ടലുകൾ നിന്റെ ജീവിതത്തിന്റെ രക്ഷയായി രൂപാന്തരപ്പെടുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ കടന്നുപോയ ദിവസവും കടന്നുപോയ മണിക്കൂറുമൊക്കെ നിന്റെ ആത്മീയ വളർച്ചയിൽ നന്മ കൂട്ടിച്ചേർക്കുന്നതായി മാറണമേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനിയുള്ള യാത്രാ വഴിയിൽ കുറെ കൂടി ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ സാക്ഷ്യമുള്ള ജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. സമൃദ്ധമായ അനുഗ്രഹ സമ്പന്നതയാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാഥ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ നീ മാറ്റണമേ, എന്നെ നീ മാറ്റണമേ, പൂർണ്ണമായി മാറ്റണമേ, അങ്ങേതായി മാറ്റണമേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, യാഗമായി അർപ്പിക്കുന്നു. പ്രിയ സഹോദരരെ, നമ്മളൊന്ന് ചേർന്ന് അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി
അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യം സ്വീകരിക്കുകയും യോഗ്യതയോടുകൂടി സഫലീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രന്റെ പീഡാസഹനത്തിന്റെ രഹസ്യം വഴി ആചരിക്കുന്നത് സുഹൃത ഫലങ്ങളാൽ ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവ്, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്തെന്നാൽ അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനം വഴി സർവ്വലോകവും പ്രകീർത്തിക്കേണ്ട അങ്ങേ പ്രാഭവത്തിന്റെ പൊരുൾ ഗ്രഹിച്ചു. അതുപോലെ കുരിശിന്റെ അവാജ്യമായ ശക്തിയാൽ ക്രൂശിൽ തന്റെ ആധിപത്യവും ലോകത്തിന്റെ വിധിയും വെളിപ്പെടുത്തി. ആകയാൽ കർത്താവേ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. കാഴ്ച വസ്തുക്കളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിറസാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ബലിപീഠത്തിലെ അപ്പവും വീഞ്ഞും ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി മാറും. നമ്മൾ ഓരോരുത്തരും കാഴ്ച വസ്തുക്കൾ തന്നെയാണ്. നാം ഒരേ സമയം ബലിയർപ്പകരും ബലിവസ്തുവുമാണ്. നമ്മളിൽ എല്ലാവരിലും ആത്മാവിന്റെ നിറവുണ്ടാവണം. ഈ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന കാഴ്ചവസ്തുക്കളുടെ മേൽ ആത്മാവിന്റെ നിറവുണ്ടാവുകയും സത്താപരമായ മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ ആത്മാവിലും മാറ്റം സംഭവിക്കണം. ഒരു നിമിഷം ഒന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ ബലി നമ്മുടേതാവാം. ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുക. ഈ ബലി നിങ്ങളുടേതാവണം. ഈ ബലിപീഠത്തിൽ ഇറങ്ങി വരുന്ന അതേ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ഇറങ്ങി വരണം, നിങ്ങളുടെ ജീവിതങ്ങളിലേക്കും ഇറങ്ങി വരണം. ഈ ബലിപീഠത്തിലെ ബലിവസ്തുക്കളെ കർത്താവ് പവിത്രീകരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളെ തന്നെ ഈ ബലിപീഠത്തിലേക്ക് സമർപ്പിച്ചാൽ നിങ്ങളെയും കർത്താവ് പവിത്രീകരിക്കുമെന്ന് വിശ്വസിക്കുക. ഒന്ന് മനസ്സൊരുക്കുക, ഒന്ന് സമർപ്പിക്കുക. കർത്താവേ, അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനാകുന്നു. അങ്ങ് തന്നെ പരിശുദ്ധരായിരിക്കുന്നത് പോലെ മനുഷ്യരും പരിശുദ്ധരാകുവാൻ ലോകാരംഭം മുതൽ എല്ലായ്പ്പോഴും അങ്ങ് പ്രവർത്തന നിരതനാണ്. അങ്ങേ ജനത്തിന്റെ കാഴ്ച വസ്തുക്കൾ തൃക്കൻ പാർക്കുകയും അവയ്ക്ക് മേൽ അങ്ങയുടെ ആത്മാവിന്റെ ശക്തി വർഷിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് വഴിയാണല്ലോ ഞങ്ങളും അങ്ങേ മക്കളായി തീർന്നിരിക്കുന്നത്. ഞങ്ങൾ ഒരിക്കൽ വഴിതെറ്റി അലഞ്ഞ് അങ്ങേ പക്കൽ എത്തിച്ചേരാൻ കഴിയാത്ത വിധമായിരുന്നപ്പോൾ പോലും അങ്ങ് ഞങ്ങളെ അത്യധികം സ്നേഹിച്ചു.
എന്തെന്നാൽ തീർത്തും നീതിമാനായ അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി കുരിശുമരത്തിൽ തറയ്ക്കപ്പെടുന്നത് അപമാനമായി കണക്കാക്കാതെ തന്നെ മരണത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങേ ഉടമ്പടിയുടെ മായാത്തടയാളമായി സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മധ്യേ കൈകൾ വിരിച്ചു പിടിക്കുന്നതിന് മുൻപ് അവിടുന്ന് തന്റെ ശിഷ്യന്മാരോടൊത്ത് പെസഹ ആചരിക്കുവാൻ തിരുവുള്ളമായി. അത്താഴവേളയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ കുരിശിൽ ചിന്തപ്പെടേണ്ട തന്റെ രക്തത്തിലൂടെ സമസ്തവും തന്നിൽ അനുരഞ്ജിക്കപ്പെടുവാൻ പോകുന്നുവെന്നറിഞ്ഞു മുന്തിരിച്ചാറ് നിറഞ്ഞ പാനപാത്രമെടുത്തു വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർത്താൻ ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടും സുനിശ്ചിത സമാധാനവുമായ അങ്ങേ പുത്രൻ യേശുക്രിസ്തുവിനെ ഓർത്തുകൊണ്ടു അവിടുത്തെ മരണവും മരിച്ചവരുടെ ഉത്ഥാനവും ഞങ്ങൾ ആഘോഷിക്കുന്നു. അവിടുത്തെ അനുഗ്രഹപൂർണമായ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് മനുഷ്യരെ അങ്ങയോട് അനുരഞ്ജിപ്പിക്കുന്ന ബലി കാരുണ്യവും വിശ്വസ്തതയും നിറഞ്ഞ ദൈവമായ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കരുണാസമ്പന്നനായ പിതാവേ, അങ്ങേ പുത്രന്റെ ബലി വഴിയായി അങ്ങയോട് ഒന്നിപ്പിക്കുന്നവരെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണം. ഒരേ അപ്പത്തിലും ഒരേ പാനപാത്രത്തിലും ഭാഗവാക്കാകുന്നവര് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സകല ഭിന്നതകളും അകറ്റുന്ന ക്രിസ്തുവിൽ ഏക ശരീരമായി ഒന്നിച്ചു ചേർക്കണമേ. ഞങ്ങളുടെ ലിയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാരോടും ഒന്ന് ചേർന്ന് ഞങ്ങളെപ്പോഴും മനസ്സിന്റെയും ഹൃദയത്തിന്റെയും ഐക്യത്തിൽ നിലനിർത്തുവാൻ കനിയണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും സകല വിശുദ്ധരോടും അങ്ങേ കരുണയ്ക്കായി വിനയപൂർവ്വം ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ മരണമടഞ്ഞ സഹോദരങ്ങളോടുമൊപ്പം അങ്ങേ സ്വർഗീയ ഭവനത്തിൽ വിശുദ്ധരുടെ മധ്യ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ വിശുദ്ധരായി നിൽക്കുന്നതുവരെ അങ്ങേ രാജ്യത്തിന്റെ ആഗമനം പ്രതീക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഒടുവിൽ ജീർണതയുടെ ക്ഷതത്തിൽ നിന്ന് വിമുക്തരായി പൂർണ്ണമായും നവസൃഷ്ടികളാക്കപ്പെട്ടു എന്നും ജീവിക്കുന്ന അങ്ങേ ക്രിസ്തുവിന്റെ കൃതജ്ഞതാഗീതം സന്തോഷപൂർവ്വം അങ്ങേക്കായി ഞങ്ങൾ ആലപിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി നമുക്കും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയുടെ സഹായത്താൽ ശക്തി ആർജിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും
എല്ലാവിധ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്കും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാൽ എന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുടേണം. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മേവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. യേശുവിൻ്റെ ആത്മാവെ എന്നെ ശുദ്ധീകരിക്കണേ പാടാം. യേശുവിൻ്റെ ആത്മാവെ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവെ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരം ദിവ്യകാരുണ്യനാഥ, നിൻ ദിവ്യ പ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ. ആ ദിവ്യ പ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ, നിൻമുഖം ദർശിക്കാൻ. ദിവ്യകാരുണ്യനാഥ, നിൻ ദിവ്യ പ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ. ആ ദിവ്യ പ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ, നിൻമുഖം ദർശിക്കാൻ. ദൈവത്തോടൊപ്പം ആയിരുന്നവൻ ദാസന്റെ രൂപം ധരിച്ചു. ദൈവത്തോടൊപ്പം ആയിരുന്നവൻ ദാസന്റെ രൂപം ധരിച്ചു.
ഇറങ്ങി വന്നു നമ്മോടൊപ്പം ആയിരിക്കുവാൻ. അപ്പമായി ഭൂവിൽ ഇറങ്ങി വന്നു ദിവ്യകാരുണ്യനാഥ, നിൻ ദിവ്യ പ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ. ആ ദിവ്യ പ്രകാശത്താൽ എന്നാത്മ നയനങ്ങൾ തുറന്നിടണേ നിൻമുഖം ദർശിക്കാൻ. കുർബാനയായി തൻ ജീവൻ ചൊരിഞ്ഞു, കുർബാനയിൽ നാം ഒന്നായി ചേരാൻ. കുർബാനയായി തൻ ജീവൻ ചൊരിഞ്ഞു, കുർബാനയിൽ നാം ഒന്നായി ചേരാൻ. ജീവന്റെ സമൃദ്ധി എനിക്കു നൽകി നിത്യജീവനിലേക്കെന്നെ നയിക്കാൻ. ജീവന്റെ സമൃദ്ധി എനിക്കു നൽകി നിത്യജീവനിലേക്കെന്നെ നയിക്കാൻ. ദിവ്യകാരുണ്യനാഥ, നിൻ ദിവ്യ പ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ. ആ ദിവ്യ പ്രകാശത്താൽ എന്നാത്മ നയനങ്ങൾ തുറന്നിടണേ നിൻമുഖം ദർശിക്കാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സമാദരണീയമായ ഈ കാഴ്ചദ്രവ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന അങ്ങേ പുത്രന്റെ ഭൗതിക മൃത്യു വഴി അങ്ങ് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുമെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോവുക. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതങ്ങളെയും നാം ഇവിടെ കണ്ടുമുട്ടിയ കാര്യങ്ങളെയും ഒക്കെ നാം ഇറങ്ങിച്ചെല്ലുന്നിടങ്ങളിലും നമുക്ക് നന്മയായി ഉപകാരമായി രൂപാന്തരപ്പെടണം. നാം പലപ്പോഴും അറിയേണ്ടതും എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതുമായ കാര്യങ്ങൾ നമ്മളിൽ എത്രമാത്രം മാറ്റം വരുമ്പോഴും നമ്മളിലുള്ള മാറ്റത്തിനനുസൃതമായി നമ്മുടെ ചുറ്റുവട്ടങ്ങൾ മാറണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചുറ്റുവട്ടങ്ങൾ പഴയതുപോലെ തന്നെ നിലനിൽക്കും. ചുറ്റുവട്ടങ്ങൾ പഴയ പടി തന്നെയാണ് തുടരുക. മാറ്റം വന്ന മനുഷ്യന് നിലനിൽപ്പാണ് പ്രധാനപ്പെട്ടത്. മാറ്റം വന്ന മനുഷ്യന് മാറാത്ത സാഹചര്യത്തിലും കുറെ കൂടി ബോധ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുക. കർത്താവ് തന്റെ അപ്പോസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചു, ഇവരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല പ്രാർത്ഥിക്കുന്നത്, പക്ഷേ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒരു സംരക്ഷണം, അതാണ് ഒടുവിലത്തെ താഴമേശയിൽ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒരു വലിയ സംരക്ഷണം അത് നമുക്കുണ്ടാവുക. കർത്താവിന്റെ വലിയ കൃപ നമ്മുടെ മേൽ നിറയുക. ഇന്ന് ബൈബിളിൽ നമ്മൾ പുതിയ നിയമത്തിന്റെ വിവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, അത്യുന്നതന്റെ ശക്തി നിന്നെ ആവരണം ചെയ്യുമെന്നാണ്. അത്യുന്നതന്റെ ശക്തി നിന്നെ ആവരണം ചെയ്യും, പൊതിഞ്ഞെടുക്കും, ആവരണം ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവരണം ചെയ്യുകയാണ് ചെയ്യുക. പറയുന്ന വാക്കിന്റെ അർത്ഥം ഇത്രമാത്രമേ ഉള്ളൂ, നീ ഒരു സമാഗമ കൂടാരമായി മാറുക. കർത്താവിനെ കണ്ടുമുട്ടുന്നൊരിടമായി നീ രൂപാന്തരപ്പെടുക. പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന മനുഷ്യൻ സമാഗമ കൂടാരമാണ്. കർത്താവിനെ കണ്ടുമുട്ടുന്നിടം സ്ഥലമായി മാറുക. മോശ എങ്ങനെയാണോ കർത്താവിനോട് സംവദിച്ചത്, കർത്താവിനോട് സംസാരിച്ചത്, അതുപോലെ ഒരു അനുഭവത്തിലേക്ക് ഒരുവൻ പ്രവേശിക്കുന്നതിന്റെ പേരാണ് ആത്മാവിനാൽ നിറയുക എന്ന് പറയുന്നത്. ഒരു നിമിഷം ഒന്ന് നമ്മളെ ഒന്ന് വിട്ടുകൊടുക്കും.
നമ്മളെ പരിപൂർണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. നമ്മെ കർത്താവ് പരിപാലിക്കണമേ എന്ന്, അവിടുത്തെ സ്നേഹം നമ്മെ ആവരണം ചെയ്യണമേ എന്ന്, പൊതിഞ്ഞു സൂക്ഷിക്കണമേ എന്ന്. നാം നമ്മുടെ സാഹചര്യങ്ങൾ മാറാത്തിടത്തും സാഹചര്യങ്ങൾ മാറാതിരിക്കുമ്പോഴും മാറ്റമുള്ള മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 വിശ്വാസം ശരണം സ്നേഹം ലഭിക്കാൻ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കണേ. എളിമതൻ പര്യായമായ അമ്മേ, ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കണേ. വിശ്വാസം ശരണം സ്നേഹം ലഭിക്കാൻ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കണേ. എളിമതൻ പര്യായമായ അമ്മേ, ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കണേ. പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷത്തോടുകൂടെ എമ്മാവൂസിലെ ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങളുടെ സമയമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നവീകരണത്തിന് ഇത് ജൂബിലിയുടെ വർഷമാണ്. 1976 കേരളക്കരയിൽ ആദ്യത്തെ മലയാളം ഈ നവീകരണ ധ്യാനം നടക്കുന്നത്. 1976. അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ടുള്ള യാത്രയിൽ കേരളക്കരയെ ഇന്നുവരെ പരിപാലിച്ചതും സംരക്ഷിച്ചതും വളർത്തിയതും ഈ നവീകരണ മുന്നേറ്റമാണ്. നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും കേരള കത്തോലിക്ക സഭയിൽ അഭിമാനത്തോടുകൂടെ സഭയ്ക്ക് പറയാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നവീകരണത്തോട് ചേർന്ന് വന്നത്. വെറുതെ ഒന്ന് ആലോചിച്ചാൽ, ഈ നവീകരണത്തിന്റെ യാത്രാവഴി കേരളക്കരയിൽ ഇല്ലായിരുന്നുവെങ്കിൽ, കേരള സഭയിൽ ഇല്ലായിരുന്നുവെങ്കിൽ കേരള സഭ ഇതുപോലെ ആയിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കുറെ ചടങ്ങുകൾ കൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് കത്തോലിക്ക സഭ മാറുമായിരുന്നു. കുറെ ചടങ്ങുകളൊക്കെ ചെയ്യും, കുർബാന ഉണ്ടാകും, തിരുനാളുകൾ ഉണ്ടാകും, അതിനപ്പുറത്തേക്ക് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓരോ മനുഷ്യനും ദൈവത്തിന്റെ രക്ഷ അനുഭവിക്കേണ്ടവനാണെന്നും ഓരോ മനുഷ്യനും കർത്താവിന്റെ സന്തോഷത്തിലേക്ക് വിളിക്കപ്പെട്ടവനാണെന്നുമുള്ള വലിയ ബോധ്യം കേരള സഭയ്ക്ക് ലഭിച്ചത് നവീകരണത്തിലൂടെയാണ്. അതിന്റെ 50-ാം വർഷം ആഘോഷിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ കഴിയണം, എല്ലാവർക്കും അതിൽ പങ്കുചേരാനും അഭിമാനിക്കാനും കഴിയണം. മെയ് 1, 2, 3 തീയതികളിൽ ഡിവൈനിൽ വെച്ച് ഈ ജൂബിലി ആഘോഷത്തിന്റെ സമാപനം നടക്കുകയാണ്. കഴിയുന്നത്രയും പേര് ഇതിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ പ്രാർത്ഥന കൊണ്ട് നമ്മളൊരു കാര്യം ഓർത്തിരിക്കുക, നമ്മുടെ സഭയിൽ ഇന്ന് കാണുന്ന കാഴ്ചകളൊക്കെ മനോഹരമാണ് എന്ന് പറയുന്നതൊന്നും മനോഹരമല്ലെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ നവീകരണത്തിന്റെ വഴിയിലൂടെ ആയിരിക്കുന്നവരോട് പറയുന്നതിൽ എനിക്ക് ഒരു ശങ്ക കൂടാതെ പറയുന്ന ഒരു കാര്യമാണ്, നാം ഇന്ന് കത്തോലിക്ക സഭയിൽ അഭിമാനിക്കേണ്ടതെന്ന് പറയുന്ന കാര്യങ്ങളൊന്നും സഭാപരമായി അഭിമാനിക്കേണ്ടതല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതിനെ അംഗീകരിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ഇന്ന് കേരള സഭയുടെ അഭിമാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, നമുക്കിവിടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ആകാശം മുട്ടുന്ന ഒത്തിരിയേറെ ദേവാലയങ്ങളുണ്ട്. കേരളക്കരയ്ക്ക് സമ്പന്നതയുണ്ട്, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. കേരളക്കരയിൽ ദേവാലയങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. എൻ്റെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, ഈ സമ്പന്നമായ ഈ ദേവാലയങ്ങളിൽ എത്ര നാൾ കൂടി മനുഷ്യർ കയറും? എത്ര നാൾ കൂടി ക്രൈസ്തവരുണ്ടാകും? ഇത്രയും ആഡംബരത്തോടുകൂടി പണിത് വയ്ക്കുന്ന ദേവാലയങ്ങളിൽ എത്ര നാൾ കൂടി
ആരാധനയുണ്ടാകും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ആത്മാവിന്റെ ഉണർവിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. നവീകരണത്തിന്റെ വളർച്ച അത് നിലയ്ക്കുന്നിടത്ത് സഭയുടെ വളർച്ചയും നിൽക്കും. ആത്മാവിന്റെ പ്രചോദനം കൊണ്ടല്ലാതെ നടക്കുന്നത്. ഇന്ന് നമ്മളുടെ തിരുനാളുകളൊക്കെ ആഡംബരങ്ങളാണ്. ഇന്ന് തിരുനാളുകൾ തീരുമാനിക്കുന്നത് വെടിക്കെട്ടുകളും ബാൻഡ് മേളങ്ങളും കൊണ്ടാണ് തിരുനാൾ തീരുമാനിക്കുന്നത്. ഒരാൾക്ക് പോലും ആത്മീയ അനുഭവമില്ലാത്ത തിരുനാളുകൾ അവസാനിക്കുന്നതാണ് കത്തോലിക്കാ സഭയ്ക്ക് നല്ലതെന്ന് പറയുന്നതിൽ ഒരു മടിയും എനിക്കില്ല. ഒരാൾക്ക് പോലും ആത്മീയ അനുഭവം കൊടുക്കാത്ത തിരുനാളുകൾ അവസാനിക്കുന്നതാണ് കത്തോലിക്കാ സഭയ്ക്ക് നല്ലത്. അതുകൊണ്ട് തന്നെ തീവ്രമായിട്ട് ഞാനിവിടെ ഇത് നമ്മുടെ ഒരു കുടുംബം എന്ന രീതിയിൽ ഞാനിത് പറയുകയാണ്. നമ്മുടെ ദേവാലയത്തിന്റെ പ്രൗഢി കണ്ടിട്ടൊന്നും വിചാരിക്കരുത്. ജെറുസലേം ദേവാലയത്തിന്റെ മതിലിൽ ചാരി നിന്നിട്ട് മനുഷ്യർ പറഞ്ഞു, സുന്ദരമായ ദേവാലയം, അഭിമാനിക്കാൻ പോകുന്നത്. കർത്താവ് അതിനെ നോക്കിയിട്ട് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് തകർന്നു പോകും. കർത്താവ് ഈ പറയുന്ന ആഡംബരത്തിലല്ല ജീവിക്കുന്നതെന്ന് നമ്മളെങ്കിലും ഓർത്തിരിക്കുക. കർത്താവ് ആത്മാവിൽ നിറവുള്ളവരിലാണ് കർത്താവ് ജീവിക്കുന്നത്. ആത്മാവിന്റെ നിറവുള്ളവരിലാണ് കർത്താവ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ കൂടിയൊക്കെ ഒരു വളർച്ച സഭയിൽ ഇനിയും മുന്നോട്ട് പോകണം. ഈ ആത്മീയത, ഈ നവീകരണം തളരുന്നിടത്ത് സഭ തളരുമെന്നുള്ള ബോധം ഹൃദയത്തിലുണ്ടാവുക. നവീകരണം തളരുന്നിടത്ത് സഭയും തളരുമെന്നുള്ള ബോധം ഹൃദയത്തിലുണ്ടാവുക. ആത്മാവിനെ കൊടുക്കാൻ കഴിയാത്തൊന്നും സഭയുടെ നന്മയോട് ചേർന്ന് പോകുന്നതല്ല. ആത്മാവിനെ പങ്കുവയ്ക്കാത്തതൊന്നും സഭയുടെ വഴിയുമല്ല. അതുകൊണ്ട് ആത്മാവിനെ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ സഭയിൽ ഊർജ്ജസ്വലമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഏറെ അഭിമാനത്തോടുകൂടെ പൗലോസ് അപ്പോസ്തലൻ വളർത്തിയ സഭയുടെ സ്ഥാനത്ത് ഇന്ന് അങ്ങനെ സഭാസമൂഹം ഇല്ല. പേരിന് മാത്രം അവിടെ ദേവാലയങ്ങളോ അവിടെയുള്ള പഴയ ദേവാലയങ്ങളുടെ പേരിൽ ഇന്ന് കർദിനാൾമാരുണ്ട്. പക്ഷെ അവിടെ ദേവാലയങ്ങളുമില്ല, സഭാസമൂഹവുമില്ല. അതുകൊണ്ട് ദേവാലയങ്ങളുള്ളതിൻ്റെ പേരിൽ കത്തോലിക്ക സഭ കേരളത്തിൽ നിലനിൽക്കുമെന്ന് ആരും കരുതരുത്. ദേവാലയങ്ങൾ പടുത്തുയർത്തിയതിൻ്റെ പേരിൽ കത്തോലിക്ക സഭ കേരളത്തിൽ നിലനിൽക്കുമെന്ന് ആരും കരുതരുത്. നമ്മളിൽ ആത്മാവ് നിറയാത്തിടത്തോളം കാലം, സഭയിൽ ആത്മാവ് നിറയാത്തിടത്തോളം കാലം കത്തോലിക്ക സഭ നിലനിൽക്കില്ല, വളരില്ല. ആത്മാവിന്റെ നിറവില്ലാത്ത ഒരിടത്തും സഭയുടെ ജ്വലനവും ചലനവും ഉണ്ടാവില്ല. അതുകൊണ്ട് ആത്മാവിനാൽ കത്തോലിക്ക സഭ, കേരള സഭ നിറയുന്നതിനു വേണ്ടി തീവ്രമായിട്ട് മറ്റേത് കാലത്തേക്കാൾ തീവ്രമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഒരു വലിയ അത്ഭുതത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. കേരളക്കരയിൽ ആദ്യമായി ഒരു ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ചു. നമ്മൾ പലരും ഇന്ന് തീർത്ഥാടനമായിട്ട് ദിവ്യകാരുണ്യ അത്ഭുതം കാണാനായിട്ട് പോകുന്നു. ഞാൻ പറയുന്നു, ദിവ്യകാരുണ്യ അത്ഭുതം എന്ന് പറയുന്നത് കാണാനുള്ളതല്ല, നെഞ്ചത്ത് കൈവെക്കാനുള്ളതാണ്. കാരണം ദിവ്യകാരുണ്യ അത്ഭുതം എവിടെയെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെട്ടെടുത്താണ് ദിവ്യകാരുണ്യ അത്ഭുതം നടന്നിട്ടുള്ളത്. പരിശുദ്ധ കുർബാനയെ നിഷേധിച്ചെടുത്താണ് ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. കേരളക്കരയിൽ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നു. അത് സ്ഥിരീകരിച്ചുവെങ്കിൽ ഓർക്കുക, എവിടെയൊക്കെയോ പരിശുദ്ധ കുർബാന അപമാനിക്കപ്പെടുന്നുണ്ട്. എവിടെയൊക്കെയോ പരിശുദ്ധ കുർബാനയ്ക്ക് നൽകേണ്ട സ്ഥാനവും വിലയും നൽകാതെ പോകുന്നുണ്ട്. ഒന്ന് ആത്മാർത്ഥമായിട്ട് തീവ്രമായിട്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആരും ഒന്നും നേടിയെടുക്കുന്നതല്ല, ആത്മാവിനെ നേടിയെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആത്മാവിനെ നേടിയെടുക്കാൻ കഴിയട്ടെ. ഈ ജൂബിലി ആഘോഷം കുറെ കൂടി ഉണർവായി മാറാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചേക്കുക. അനേകം മനുഷ്യരെ കത്തിക്കുന്ന ഈ ആത്മാവിന്റെ ജ്വലനം എല്ലായിടത്തേക്കും ഒന്ന് പടർന്ന് പന്തലിക്കാൻ വേണ്ടി മാത്രം തീവ്രമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Let the anointing of the Lord come down. Let the anointing of the Lord come down. Let the anointing of the Lord come down. Heaven come down. Let the anointing of the Lord come down. We make. ഭക്ഷണം കഴിക്കാൻ പോകാം. We make a miracle worker, promise keeper, light in the darkness. My Lord, that is who you are. ഭക്ഷണം കഴിച്ച എല്ലാവരും കഴിയുന്നത് വേഗം 45 മിനിറ്റ്സിന് തിരിച്ചു വരാമോ? 1:45 എല്ലാവരും എത്തണം.
നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഒരു ഷെയറിംഗ് ആണ്. ഓരോരുത്തരായിട്ട് ഈ ധ്യാനത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് എല്ലാവരും വരട്ടെ. കുറച്ച് പേര് ഷെയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അഭിഷേക പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കും. പ്രൈസ് ദി ലോർഡ്.